ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ബാക്കിയായിട്ട് വരുന്ന ചപ്പാത്തി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ്. ഞാനിതൊരു മറ്റൊരു ചാനലിൽ കണ്ട ഒരു റെസിപ്പി ആയിരുന്നു. അതിൽ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ ബാറ്ററിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാനിതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആക്കി മാറ്റിയതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇത് മുഴുവനായിട്ടും കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് വരെയെങ്കിലും കൃത്യമായിട്ട് കണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ഒരു 4-5 ചപ്പാത്തി ഉണ്ട്. നമുക്ക് എത്രയാണോ ബാക്കിയുള്ളത് അതെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പത്തിരി ചൂടാക്കുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പത്തിരി ഉണ്ടാക്കുന്ന, അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ആണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും ഒന്ന് ക്രിസ്പായിട്ട് കിട്ടാനായിട്ട്. അതല്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ചപ്പാത്തി തന്നെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ക്രിസ്പി ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു നുറുക്ക് അങ്ങനെയുള്ളതൊക്കെ പൊട്ടിക്കുന്ന പോലെ നല്ല പൊട്ടി വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മളിത് ചൂടാക്കി എടുക്കണം. രണ്ട് ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് അധികം കരിഞ്ഞു പോവാതെ ചൂടാക്കിയിട്ട് അത് നല്ല ക്രിസ്പി ആക്കി എടുക്കാം. കാരണം ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാലേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിത് പൊടിച്ചിട്ടാണ് കേക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി കൂടെ അതുപോലെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവനും അതുപോലെ നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിയാക്കി എടുക്കാം. മിക്സിയിൽ എങ്ങനെയാണ് അരയ്ക്കുന്നതെന്നൊന്നും കാണിക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ ചിലപ്പോൾ ചെറിയ ഇതല്ലാത്ത കുറച്ച് വലിപ്പമുള്ള തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഒഴിവാക്കണം. നമുക്ക് നല്ല ഫൈനായിട്ടുള്ള പൗഡർ മാത്രമേ വേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ചൂടാക്കി എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇതിനകത്ത് വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് ഒഴിവാക്കാം. ചെറിയത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മെഷറിംഗ് കപ്പിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര ചപ്പാത്തി ഉണ്ടെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 ചപ്പാത്തി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5-10 ഒക്കെ ഉണ്ടെങ്കിലും എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി എത്രയാണോ നമ്മുടെ കപ്പിനകത്ത് അത് വരുന്നത് അതിൻ്റെ ബാക്കി നമ്മൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട വെച്ചിട്ട്, ഇനിയിപ്പോൾ ആട്ട വേണ്ടാന്നുള്ളവരാണെങ്കിൽ മൈദ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിനുള്ള കേക്ക് പൗഡർ അത് ഒരു കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കൂടെ നമ്മൾ ഏത് പൗഡറാണോ എടുത്തിട്ടുള്ളത് ആ പൗഡർ, ആട്ടയാണെങ്കിൽ ആട്ട, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആണെങ്കിൽ അതല്ല മൈദ ആണെങ്കിൽ അതൊരു 1/4 കപ്പ് കൂടെ നമുക്ക് കേക്കിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് അളന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് ചേർക്കുകയാണ് ഞാൻ. ഇതിനകത്ത് കുറച്ച് കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പാലിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം നിങ്ങൾ എടുക്കുന്നത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരല്പം ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരല്പം ആ കേക്കിൻ്റെ മിക്സ് അതിനകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ്
ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. കാരണം 2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ആ ചപ്പാത്തിയുടെ ആ സ്മെല്ല് മാറുകയുള്ളൂ. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര 1 കപ്പ് മുതൽ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 കപ്പ് ചേർത്താൽ മതി. കാരണം നമ്മളിത് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നനച്ച് കൊടുക്കുന്നത്, അപ്പോൾ എക്സ്ട്രാ മധുരമായിരിക്കും. ബാക്കിയുള്ള ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. ഇപ്പോൾ എഗ്ഗ് വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ചേർത്താലും മതി. ഇപ്പോൾ എഗ്ഗ്ലെസ് കേക്ക് പ്രിഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ എഗ്ഗിന് പകരം ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മളിപ്പോൾ ചപ്പാത്തി ഒക്കെ പൊടിച്ചെടുത്തത് നല്ല തണുത്തതിന് ശേഷം മാത്രം ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളെ മാവ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നകത്തേക്ക് മാറ്റാം. നേരത്തെ ഇത് കേക്ക് തയ്യാറാക്കുന്നത് കൃത്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1-2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് പോയിക്കോട്ടെ. നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ചരുവം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലൽപ്പം മണലും നിറച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് കൂടെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഓവനുള്ളവരാണെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് അവനിൽ 40-45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് കേക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ 45 മുതൽ 50 മിനിറ്റ് വരെ, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ആണെങ്കിൽ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ കേക്ക് ശരിക്കും അങ്ങ് പൊങ്ങി വരില്ല. അപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് എടുക്കാം. ആ സമയത്തേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെ വിപ്പാക്കി എടുക്കണം എന്നുള്ളത് വിശദമായിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ബൗളും വിസ്കും ഒക്കെ തണുപ്പിച്ചിട്ട് എടുക്കുക. നല്ല തണുത്ത ക്രീം തന്നെ വിപ്പാക്കാൻ എടുക്കുക. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന കേക്കിന് ആ ക്രീമിന് മധുരം ഉണ്ടെന്ന് വെച്ച് നമ്മൾ ഐസിങ് ഷുഗർ ചേർക്കാതിരിക്കരുത്. കാരണം ഐസിങ് ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഈ വിപ്പിംഗ് ക്രീം ശരിക്കും അതിൻ്റെ ആ കറക്റ്റ് ഇതിൽ വിപ്പായിട്ട് വരികയുള്ളൂ. പലരും പറയലുണ്ട് ഇതുപോലെയൊക്കെ ചെയ്തിട്ടും ആയിട്ട് വരുന്നില്ല. നമ്മൾ അത് കറക്റ്റായിട്ട് ഒരു 10-12 മിനിറ്റ് സമയം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ശരിക്കുള്ള ടെക്സ്ചറിൽ വരികയുള്ളൂ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതിനെ ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാം. സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. നല്ലതുപോലെ കേക്ക് തണുത്തിട്ടുണ്ടാവണം. ഏകദേശം ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ റെഡിയാക്കുകയാണെങ്കിൽ ആ എഗ്ഗിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ കേക്കിൻ്റെ ആ ടെക്സ്ചറൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ടാവും. എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് 2ആയിട്ടോ അല്ലെങ്കിൽ 3ആയിട്ടോ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് 2ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളെ കേക്ക് ബോർഡ് ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി. നൈഫ് തിരിക്കുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് കിട്ടുക നമ്മൾ കേക്ക് സ്റ്റാൻഡ് തിരിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡും ഒരേ ലെവലിൽ തിക്നെസ്സിലൊന്നും വ്യത്യാസമില്ലാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്ലൈസർ ഉള്ളവർക്കാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെ പൊടികളൊക്കെ പറ്റി പിടിച്ചിട്ട് ആകാലം കോലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാണ്.
ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ചെറിയ സിറപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇത് വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ അരക്കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് എന്തായാലും ഒരു വശത്ത് ഒഴിച്ച് കൊടുക്കണം. എന്നാലേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്രീം വെച്ച് കൊടുക്കാം. പെർഫെക്റ്റായിട്ട് വിപ്പ് ചെയ്തെടുക്കുന്ന ക്രീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും കുറേ സമയത്തേക്ക്. ഒരുപാട് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ലൂസായി പോവുകയുള്ളൂ. ലൂസായി പോവല്ല, അത് ആ വിപ്പായിട്ട് വന്നത് അങ്ങ് താഴ്ന്നു പോകും. അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പാലറ്റ് നൈഫ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധാരണ ഒരു സ്പാച്ചില വെച്ച് ചെയ്താലും മതി. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെറീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയർ കൂടെ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ ഞാൻ മുകൾ ഭാഗം താഴേക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം മുകൾ ഭാഗത്തിൻ്റെ സൈഡ് കുറച്ചൊന്ന് റൗണ്ടിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ സൈഡ്സ് നല്ല ഷാർപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരണം. അപ്പോൾ ഞാനത് മറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ ഭാഗവും ഞാൻ ഇവിടെ ഇപ്പോൾ ഷുഗർ സിറപ്പ് വെച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ക്രംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ കേക്ക് ക്രംസൊക്കെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് നല്ല ക്ലിയറായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഒന്നാകെ അങ്ങ് കവർ ചെയ്തെടുത്താലും മതി. എല്ലാ വശത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ 1-2 കേക്കൊക്കെ ചെയ്തിട്ടുള്ളെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കേക്കൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും പറയാറുണ്ട് ഒലിച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ഓരോ ലെയറിലും വെക്കാൻ വേണ്ടത് അത്ര മാത്രം പുറത്തേക്ക് എടുത്ത് വെക്കുക ക്രീം ആവശ്യത്തിനുള്ളത്. ബാക്കി നമ്മൾ അടുത്ത സെക്ഷൻ വെക്കുന്ന സമയത്ത് ആ സമയത്ത് പുറത്തേക്ക് എടുത്തിട്ട് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കൈക്ക് നല്ല സ്പീഡായിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുറേ സമയം വേണ്ടി വരും ഇതൊന്ന് ലെവലാക്കി എടുക്കുക. ആ സമയത്തേക്ക് അത് ചിലപ്പോൾ ലൂസായി പോകും. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് സൈഡ് ഷേപ്പർ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതെന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് സൈഡിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാനിത് ചെറിയ ക്രംസാക്കി മാറ്റിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുൻപ് ഞാൻ കുറച്ച് ക്രീം നേരത്തെ പൈപ്പിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നൊരു ചെറിയ ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. സ്റ്റാർ ടിപ്പ് വെച്ചിട്ട് ചെറിയ റോസറ്റ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അതൊന്നും ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളെങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സിൻ്റെ ക്രംസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ സൈഡിലും സെൻറ്ററിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനിതിൻ്റെ ബേസിൽ കൂടെ കുറച്ച് ക്രീം ബാക്കിയുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ബേസിൽ കൂടെ ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ബാക്കിയുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ കേക്ക് റെഡിയായി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.